നമസ്കാരം. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു അഭിമുഖത്തിലെ വാചകമാണ്. കേരളത്തിലെ കോട്ടിട്ട മാധ്യമ ജഡ്ജിമാർ ചവച്ചു തുപ്പിയ ഒരു പെൺകുട്ടി ജീവിതത്തിന്റെ മടങ്ങി വരവിനിടയിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാചകമാണ്. ഓർമ്മയില്ലേ? കെ വിദ്യ. കേവലം ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ഈ നാട്ടിലെ മാധ്യമ ജഡ്ജിമാർ വേട്ടയാടി ഇല്ലാതാക്കിയ ഒരു പെൺകുട്ടി ഒറ്റ കാരണം കൊണ്ട് ഇടതുപക്ഷ ആശയത്തിന്റെ ഓരം ചേർന്ന് നടക്കുന്ന സ്ത്രീ എന്ന നിലയ്ക്ക് വേട്ടയാടപ്പെട്ടു. എന്തിന്റെ പേരിൽ? പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്. ഒരു ജോലിക്ക് വേണ്ടി അവർ ഒരു സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി. തെറ്റാണ്. പക്ഷേ അവർ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പിടിച്ചുപറി നടത്തിയിട്ടില്ല, മോഷണം നടത്തിയിട്ടില്ല. ഈ നാട്ടിൽ സ്വാഭാവികമായി ഭൂരിപക്ഷം മനുഷ്യരും ഓരോ ജോലിക്ക് പോകുമ്പോൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ കിട്ടുമോ എന്ന് പരിശ്രമിക്കുന്ന കേവലം ഒരു സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അതിനെ വ്യാജ സർട്ടിഫിക്കറ്റ് ആക്കി. അങ്ങനെ മാധ്യമങ്ങൾ, അതായത് കോട്ടിട്ട മാധ്യമ ജഡ്ജിമാർ ചവച്ചു തുപ്പിയ ഒരു ജീവിതമുണ്ട്. ജീവിതം ചിന്നിച്ചിതറിച്ച് വെന്റിലേറ്ററിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് മുതലാളിക്ക് വേണ്ടി വാർത്താ കച്ചവടത്തിന് അവർ അടുത്ത ഇരയെ തേടിപ്പോയി. അങ്ങനെ മാധ്യമ വ്യഭിചാരത്തിലൂടെ ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ ക്രൂരമായ വേട്ടക്കിരയായ ആ ഒരു പെൺകുട്ടി ജീവിതത്തിന്റെ മടങ്ങി വരവിലാണ്. കഴിഞ്ഞ ദിവസം അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും അതിനെ സംബന്ധിച്ചൊരു ഫോളോ അപ്പ് കൊടുക്കേണ്ടതുണ്ട്. ആ പെൺകുട്ടിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. കാര്യം ഇതേ രീതിയിൽ വേറൊരു പെൺകുട്ടിയും ആക്രമിക്കപ്പെടില്ല. എന്തുകൊണ്ടെന്നാൽ ഇടത് ആശയത്തെ വിശ്വസിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രം നേരിടേണ്ടി വരുന്ന ക്രൂരമായിട്ടുള്ള മാധ്യമ വിചാരണയാണ് അവർ നേരിട്ടത്. എന്തുമാത്രം നീചമായ പ്രവർത്തനമായിരുന്നു. അവരുടെ ഫോട്ടോസ് മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടിയുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, അതായത് ഈ സമൂഹത്തിൽ അവരിനി ജീവിക്കാൻ യോഗ്യതയില്ലാത്ത രീതിയിൽ ആഘോഷിച്ച് അവരെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തിരിച്ചയച്ച ഈ നാട്ടിലെ മാധ്യമ ജഡ്ജിമാരെന്ന നെറികെട്ടവന്മാരുടെ മുന്നിലേക്കാണ് അവർ ഒരു മടങ്ങി വരവ് നടത്തുന്നത്. ഈ അടുത്ത കാലത്ത് അവർ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ തന്റെ അച്ഛനെ വെച്ച് അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരുന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ അവർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണെന്നുള്ള നിലയ്ക്ക് ചില വാചകങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ക്രൂരമായ മാധ്യമ വേട്ടയ്ക്ക് ഇരയാകുമ്പോൾ അവർ നേരിടുന്ന ഒരു മെന്റൽ ട്രോമ എത്രത്തോളം തീവ്രമാണെന്ന് ആ വാക്കുകളിലുണ്ട്. അതിന് പിന്നാലെയാണ് അവരെ പിന്തുണച്ചുകൊണ്ട് അവരിപ്പോ ഒരു പുതിയ പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുകയാണ്. അതിനെ പിന്തുണച്ചുകൊണ്ട് ഡോക്ടർ പ്രേംകുമാർ ഒരു FB പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കൃത്യമായി കേൾക്കേണ്ട കാര്യമാണ്. കാര്യം അവർക്ക് കിട്ടുന്ന ഓരോ പിന്തുണയും ഈ സമൂഹം വേട്ടയാടപ്പെടുന്നവർ, കാര്യം നമ്മൾ എപ്പോഴും നിൽക്കേണ്ടത് വേട്ടയാടപ്പെടുന്നവർക്കൊപ്പം തന്നെയാണ്. മാധ്യമ പ്രവർത്തകർ എന്ന പേരിൽ ചെയ്യുന്നത് ഒരിക്കലും ഒരു സംശുദ്ധ പ്രവൃത്തിയല്ല. എന്തുകൊണ്ട് അത് പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ മുതലാളിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി മുതലാളിയെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. അല്ലാതെ ഇതൊക്കെ ഈ സമൂഹത്തിനെ അങ്ങ് ഉദ്ധരിച്ച് കളയാം അല്ലെങ്കിൽ ഈ സമൂഹത്തിനെ അങ്ങ് നന്നാക്കി കളയാമെന്നല്ല. മുതലാളിക്ക് എന്ത് വേണോ അത് കൊടുക്കുന്ന പ്രവർത്തനമാണ്. അല്ലെങ്കിൽ മുതലാളി കൊടുക്കുന്ന അപ്പക്കഷ്ണം മേടിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ട പ്രവർത്തനം ചെയ്യുന്നതിനാണ് ഈ നാട്ടിൽ ശമ്പളം മേടിച്ചുകൊണ്ട് നടത്തുന്ന മാധ്യമ പ്രവർത്തനം. അപ്പോ അത് ഒരു സേവനം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതൊരു ഉദാത്ത സംഭവമല്ലെന്ന് പിന്നെയും ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുതലാളിക്ക് വേണ്ടി ആ പെൺകുട്ടി വേട്ടയാടപ്പെട്ടത്. മുതലാളിമാർക്ക് ഇടതുപക്ഷ ആശയങ്ങളോടുള്ള വിയോജിപ്പ് അതിവിടത്തെ പലതരത്തിലുള്ള മാധ്യമ മുതലാളിമാരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ മുതലാളിമാർ കൊടുക്കുന്ന പണം കൈപ്പറ്റുന്നവർ ഈ നാട്ടിലെ വിശുദ്ധ പക്ഷികളല്ല, മുതലാളിയുടെ അടിമ തൊഴിലാളികൾ തന്നെയാണ്. ആ തൊഴിലാളികളായിട്ടുള്ള കോട്ടിട്ട ജഡ്ജിമാർ അവഹേളിച്ച വിദ്യയെ പിന്തുണച്ചുകൊണ്ട് ഡോക്ടർ പ്രേംകുമാർ എഴുതിയ വാചകങ്ങൾ അത് പ്രസക്തമാണ്. സമൂഹം അറിയണം. ആ പെൺകുട്ടിയെ പിന്തുണച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഈ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് ആ വാചകങ്ങൾ ആദ്യം കേട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യം പറയാം. ഇതൊരു നോവലിനെ പറ്റിയല്ല, നോവലിസ്റ്റിനെ പറ്റിയുമല്ല. ഇതിനോടൊപ്പമുള്ളത് നോവലിന്റെയും നോവലിസ്റ്റിന്റെയും ചിത്രങ്ങളാണെന്നാലും കയ്യിൽ നിന്ന് പോയെന്ന് കരുതിയ ജീവിതം അസാമാന്യ ധൈര്യത്തോടെ മനോഹരമായൊരു നിസ്സംഗതയോടെ തിരിച്ചു പിടിച്ചൊരു പെൺകുട്ടിയെ കുറിച്ചാണ്. വിദ്യാ വിജയൻ അട്ടപ്പാടിയിലെ കോളേജിൽ താൽക്കാലിക ജോലി കിട്ടാൻ എറണാകുളം മഹാരാജാസിൽ അതേ ജോലി ചെയ്തിരുന്നു എന്നൊരു സർട്ടിഫിക്കറ്റ് ഫോർജ് ചെയ്തെന്ന ആരോപണം നേരിടുന്ന പെൺകുട്ടി. സംശയമൊന്നുമില്ല, പോലീസ് കേസും നിയമ നടപടികളും നേരിടുകയും കുറ്റക്കാരി എന്ന് തെളിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യം തന്നെ. ഈ പോസ്റ്റ്മാൻ അടക്കം ഇടതുപക്ഷത്തുള്ളവരെല്ലാം അരുതാത്തതെന്ന് തന്നെ തുറന്നു പറഞ്ഞ കാര്യം. പക്ഷേ വിദ്യയിലൂടെ വേറെ എന്തിനെയൊക്കെയോ ലക്ഷ്യം വെച്ച ഇവിടത്തെ മാധ്യമ വലത് മുന്നണി നടത്തിയത് കേരളം കണ്ടതിൽ ഏറ്റവും അനുപാതരഹിതമായ മനുഷ്യത്വരഹിതമായ ആക്രമണമായിരുന്നു. വിദ്യയെ മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അവരുമായി കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്ന സകലരെയും ടാർഗറ്റ് ചെയ്ത പ്രൊപ്പഗൻഡ. പണ്ടെപ്പോഴോ ഒരു ഫോട്ടോയിൽ കൂടി നിന്നതാണ് സുനിൽ പി ഇളയിടത്തിനെതിരെ സംഘികളുടെ പതിവ് തെറിവിലുകൾക്കൊപ്പം
ഒളിയിടം വിദ്യ എന്നായിരുന്നു ഒരു മുത്തശ്ശി ചാനലിലെ ഹെഡ്ലൈൻ. പേരിനൊപ്പം കുട്ടോത്ത് എന്നുള്ളതിനാലാണ് ഷംസുദ്ദീൻ പി കുട്ടോത്തിനെതിരെ ഭീകര ക്യാമ്പയിൻ നടന്നത്. വിദ്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത സ്ഥലത്തിന്റെ പേരിലുള്ള മറ്റൊരിടത്ത് താമസിക്കുന്ന പരിഷത്തിന്റെ ഗീത ടീച്ചറെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു കോഴിക്കോട് DCC പ്രസിഡന്റിന്റെ ഡിമാൻഡ്. ഏത് കുട്ടോത്താണെന്നറിയാതെ ആവളയിലെ സകല വീടുകളും കയറിയിറങ്ങിയിരുന്നു മാധ്യമ മഹാന്മാർ. ബഹളം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം മറന്നുപോയ വിദ്യ 3 മാസം മുൻപാണ് ഒരു FB എഴുത്തിലൂടെ പിന്നെയും വരുന്നത്. ഇത്തരമൊരു അവസ്ഥയിൽ ഒറ്റയ്ക്കായി പോകുന്ന ഒരാളിന്റെ നിസ്സഹായതകൾ മടി ഏതുമില്ലാതെ എഴുതിയിരുന്നു വിദ്യ. ഒറ്റപ്പെടലിന്റെ എല്ലാ സാധ്യതകളെയും തിരിച്ച് പരാജയപ്പെട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ്. ഉറങ്ങുമ്പോൾ ഹാഷ്മിയുടെയും നിഷയുടെയും ഷാനിയുടെയും ഒക്കെ ഘോരഘോര പ്രസംഗങ്ങളാണ് കാതിലേക്ക് കുത്തിയിറങ്ങുക. സത്യത്തിൽ ഉറങ്ങിയിട്ട് വർഷം 1 ആകാറായി. ഉറക്കക്കുറവിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങി. പിന്നെ അത് പലതായി. ജീവിതത്തിൽ ഒറ്റയാൾ പോരാട്ടം നടക്കുന്നത് അവിടെ മാത്രമാണ്. ഈ ഭയം ശരീരത്തെ ആകമാനം വെന്ത് നീറിയത് കൊണ്ടാകാം പുറത്ത് കടക്കാൻ വലിയ ഭയപ്പാടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം പുറത്ത് കടക്കാൻ പോവുകയാണ്. നോക്കുന്ന നോട്ടങ്ങളെ പിന്തള്ളിക്കൊണ്ട് പരിഹാസ ചിരികളെ ഇന്ന് ഈ നിമിഷം ഞാൻ അവ കണ്ടിട്ടേയില്ല എന്ന് ഉറച്ച് തിരിച്ചു വരാൻ ഉറച്ചു തന്നെ നിന്നു വിദ്യ. അവൾക്കൊപ്പം പല കൂട്ടുകാരും. ഇതിപ്പോൾ വായിക്കുന്ന നിങ്ങളോ എഴുതുന്ന ഞാനോ ആയിരുന്നുവെങ്കിൽ തീർന്നു പോകുമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് വിദ്യ തിരിച്ചു വരുന്നു. 2021 നല്ല കഥയ്ക്കുള്ള മാതൃഭൂമി പുരസ്കാരം ലഭിച്ച വിദ്യ ആ നോവലുമായി വരുന്നു. ഷെഹറസാദ് വിദ്യയ്ക്കൊപ്പമുണ്ട് എന്ന പൊങ്ങച്ചം പറയാനല്ല ഈ പോസ്റ്റ്. ഈ കൊപ്പമുണ്ടാകൽ ആർക്കിനി വേണമെന്നില്ലെന്ന് തോന്നുന്നു. പിശകുകൾ നമുക്കാർക്കും പറ്റാം. ന്യായമായ നിയമപരമായ ശിക്ഷകൾ വാങ്ങാനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ്. എന്നാൽ അതിനൊന്നും നേരം നൽകാതെ നമ്മളെ അങ്ങ് തീർത്ത് കളയാൻ നമുക്ക് നേരെയും വന്നേക്കാം ക്യാമറയും കോലും കൊണ്ട് പല പല അവതാരങ്ങൾ. അന്നേരങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ബലമാകുന്ന ഒരു അനുഭവമാണ് വിദ്യയുടേത്. അഭിവാദ്യങ്ങൾ വിദ്യാ വിജയൻ. ഇതാണ് ആ പോസ്റ്റ്. ആ പോസ്റ്റ് ഒരു വലിയ വാല്യുബിൾ ആണ്, അല്ലെങ്കിൽ മൂല്യമുണ്ട്. കാര്യം എണീറ്റ് പ്രാഞ്ചി നടക്കാൻ ശ്രമിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു വിരലിന് തുല്യമാണ്. അതിൽ പിടിച്ച് അവർക്ക് പതിയെ സുരക്ഷിതമായി നടന്നു തുടങ്ങാനുള്ള ഒരു പിന്തുണയാണ്. ഇത് സമൂഹം കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമ തമ്പുരാക്കന്മാർ, അതായത് കച്ചവട താല്പര്യത്തോടു കൂടി മാധ്യമ സ്ഥാപനങ്ങൾ തുടങ്ങുന്നവർ, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇവിടത്തെ മുതലാളിമാരുടെ ഈ ഫണ്ടിങ്ങിൽ തുടങ്ങുന്ന മാധ്യമ സ്ഥാപനങ്ങൾ, അവർ നേരം വെളുത്ത് വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം വാർത്താ കച്ചവടമാണ്. എന്തൊക്കെ ലാഭം മുതലാളിക്ക് വാർത്താ കച്ചവടത്തിലൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളത് മാത്രമാണ് അവരുടെ പരതൽ. ആ പരതലിന് മുതലാളിയുടെ നിർദ്ദേശം ഇടതുപക്ഷത്തിന് സ്കോപ്പ് ഉള്ളതുകൊണ്ട് ആ ഒരു സംവിധാനത്തെയും ആ ഒരു ആശയത്തെയും ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഇവരെ ഏൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാവിലെ മുതൽ വേട്ടപ്പട്ടികളെ പോലെ ഇടതുപക്ഷത്തിലുള്ളവർക്കെതിരെയുള്ള വാർത്തകൾ തിരഞ്ഞ് ഇവർ പരക്കം പായുന്നത്. ആ പരക്കം പാച്ചിലിനിടയിലെ ഒരു ഇരയായി കിട്ടിയ വ്യക്തിയാണ് കെ വിദ്യ എന്ന് പറയേണ്ടി വരികയാണ്. ആ ജീവിതത്തെ കൊത്തിപ്പറിച്ചു. ഒരു ചെറിയൊരു തെറ്റാണ് അവർ ചെയ്ത. ഒരു തെറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ ആജീവനാന്തം ജയിലിലടയ്ക്കാൻ പോകുന്ന തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൈവശം വച്ചിരിക്കുന്നവർ അവർ ഒന്ന് നെഞ്ചത്ത് കൈവച്ച്, അല്ലെങ്കിൽ ഈ കേരള സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു ജോലിക്ക് ശ്രമിച്ച സമയത്ത് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ? ഒപ്പമുള്ളവരോട് അതൊന്ന് തരപ്പെടുത്തി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടില്ലാത്തവർക്ക് അവരെ കല്ലെറിയാനായിട്ടുള്ള അർഹതയുണ്ട്. അല്ലാത്തവരൊക്കെ പ്രത്യേക താല്പര്യത്തോടെ ആ പെൺകുട്ടിയെ വേട്ടയാടിയതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അവർ ഒരു ഇടതുപക്ഷക്കാരിയായിരുന്നു, അവർ ഒരു മുൻ SFI-കാരിയായിരുന്നു, അവർ ഇപ്പോഴും ഇടതുപക്ഷ ആശയത്തിൽ വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഴ്ചയുടെ കാലഘട്ടങ്ങളിലും അവരെ ഈ രീതിയിൽ ജീവിതം കൊത്തിപ്പറിച്ചെടുത്ത് ഇരുണ്ട മുറിയിലേക്ക് വലിച്ചെറിഞ്ഞ അടുത്ത വാർത്താ ഇരയെ തേടി പോകുമ്പോഴും ആ ജീവിതത്തെ അങ്ങനെ അങ്ങ് ഇല്ലാതാകാൻ വിട്ടുകൊടുക്കാതെ കൈപിടിക്കേണ്ടതുണ്ട്. അവിടെയാണ് പ്രേംകുമാർ എന്ന വ്യക്തി ചെയ്തിരിക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഒരു പിന്തുണയാണെന്ന് പറയേണ്ടി വരുന്നത്. അത് ഉയർത്തിക്കാട്ടുന്നത് വ്യക്തിയോടുള്ള താല്പര്യം കൊണ്ടല്ല, വിദ്യയോടുള്ള താല്പര്യം കൊണ്ടാണ്. വിദ്യയെ പോലൊരു വ്യക്തിയെ നേരിട്ട് പരിചയമില്ല, കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷേ ആ കുട്ടി നേരിട്ട സമാനതകളില്ലാത്ത വേട്ടയാടൽ ഈ സമൂഹത്തിൽ ഒരു മനുഷ്യർക്കും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചവച്ചു തുപ്പി കടന്നുപോയാലും അവരെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഉണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർക്ക് പിന്തുണ കൊടുക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ട എന്ത് വാർത്ത വന്നാലും അത് വ്യക്തിപരമായി എന്നെ ബാധിച്ചാലും അത് എന്റെ വിഷയമല്ല. അവരോടൊപ്പം തന്നെയാണ്.
മാധ്യമ വേട്ടപ്പട്ടികളായിട്ടുള്ളവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വലിച്ചെറിഞ്ഞ ജീവിതങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലും അതിലൂടെ എനിക്കും കഴിയുമെങ്കിൽ അതിൽ ഉറച്ചു തന്നെ നിൽക്കുമെന്ന് കൂടി അവരെ അറിയിക്കുകയാണ്. അതിന്റെ പേരിൽ എന്ത് വന്നാലും നേരിടാനും തയ്യാറാണ്.